GT എഡ്യൂക്കേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രി എക്സാമിനേഷൻ 2022 ചാപ്റ്റർ 4 അതായത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്തിരി ഒരു ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. അപ്പോൾ ഈ റിലേഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്യുക. ടിൻസ്റ്റോൺ തന്നിരിക്കുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നാണ് തന്നിരിക്കുന്നത്. ടിൻസ്റ്റോൺ വേർതിരിച്ചെടുക്കുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ബോക്സൈറ്റ് വേർതിരിച്ചെടുക്കുന്ന ഏത് പ്രോസസ്സ് വഴിയാണെന്നാണ് ചോദ്യം. ആൻസർ ലീച്ചിങ്. എന്താണ്? ടിൻസ്റ്റോൺ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴിയാണ് വേർതിരിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോക്സൈറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. ഒരു മാർക്കാണ് അതിന്. രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇലക്ട്രോഡ് അലുമിനിയം മെറ്റൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. അപ്പൊ അലുമിനിയുടെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് അലുമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അലുമിനിയനെ ഇലക്ട്രോളിസിസ് ചെയ്തതാണ്. അലുമിനിയം എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ഏത് ഇലക്ട്രോഡിലാണ് ഈ പറയുന്ന അലുമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻസർ കാത്തോഡ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, എ മോൾട്ടൺ അയൺ ഒബ്റ്റെയിൻ ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടെയ്ൻസ് 4% കാർബൺ ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. അതായത് മോൾട്ടൺ അയൺ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന മോൾട്ടൺ അയൺ, ബ്ലാസ്റ്റ് ഫർണസ് വെച്ചിട്ടാണ് നമ്മൾ അയണിന്റെ പ്രൊഡക്ഷൻ നമുക്കറിയാം. അതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന മോൾട്ടൺ അയണില് 4% കാർബണും പിന്നെ മറ്റ് ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതിനെ പറയുന്ന പേര് പിഗ് അയൺ എന്നാണ്. ഒരു മാർക്ക്. ഓക്കെ, അപ്പൊ പിഗ് എന്ന് വെച്ചാൽ പന്നി. അപ്പൊ പന്നി അയൺ എന്ന് വേണമെങ്കിൽ തമാശക്കായിട്ട് ഓർത്തിരിക്കാം. പക്ഷെ നിങ്ങൾ ആൻസർ തെറ്റിക്കരുത്. ചോദ്യം ഒരു മാർക്കാണ്, അത് പിഗ് അയൺ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്. ഷുവർ ക്വസ്റ്റൻ ആണ്. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ അൽനിക്കോ. അതിന്റെ കമ്പോണൻസും അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇത്രയും കാര്യങ്ങളാണ് അത് വരാം. അപ്പൊ വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്? അൽനിക്കോ. ഈ മൂന്നാമത്തെ, some alloy steels contain the same component, then how do they process different properties? അപ്പൊ നമുക്കറിയാം ചില അലോയ് സ്റ്റീൽസിന്റെ എല്ലാം കമ്പോണന്റ്, എല്ലാ അലോയ് സ്റ്റീലിന്റെ കമ്പോണന്റ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരിക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം, ബൈ വേരിയിങ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് ദ കമ്പോണൻസ്. അപ്പൊ അതിൽ കമ്പോണൻസിന്റെ പ്രൊപ്പോർഷൻസിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ഈ അലോയ് സ്റ്റീലിന്റെ ഇതിൽ മാറ്റം വരുന്നത്. Hematite is converted into iron by reactions taking place in the blast furnace. Write the formula for hematite. അപ്പോൾ അടുത്ത ചോദ്യമാണ്, അതിന് ഒരു മാർക്കായിരുന്നു. അടുത്ത ചോദ്യമാണ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ് അയണിന്റെ ഒരു ഓറാണെന്ന് അറിയാം. ഹെമറ്റൈറ്റിനെ നമുക്ക് അയണായിട്ട് കൺവേർട്ട് ചെയ്യാം ബൈ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ഉള്ള റിയാക്ഷൻ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല Fe2O3. വെരി ഇമ്പോർട്ടന്റ് ആണ്. Fe2O3 ആണ് ഹെമറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല. ഇനി രണ്ടാമത്തെ ചോദ്യം, അതിലൊരു മാർക്കാണ്. വിച്ച് സബ്സ്റ്റൻസ് ആക്ട്സ് ആസ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഇവിടെ ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അത് ചില ഇതിൽ CO തരും. CO അതിന്റെ കെമിക്കൽ ഫോർമുലയാണ്. ഈ മൂന്നാമത്തെ ചോദ്യം, മോൾട്ടൺ അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് സ്ലാഗ് ഫ്രം ദ ഫർണസ്. ഫർണസിൽ നിന്ന് മോൾട്ടൺ അയൺ അതിന്റെ സ്ലാഗുമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ സ്ലാഗ്? സ്ലാഗ് എന്താണ്? മിക്സ്ചർ ഓഫ് ഫ്ലെക്സ് ആൻഡ് ഗാങ്ങിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയാം. ഫ്ലെക്സിന്റെയും ഗാങ്ങിന്റെയും ഒരു മിക്സ് തന്നെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഈ സ്ലാഗിന്റെ കെമിക്കൽ ഇക്വേഷൻ. സ്ലാഗ് എന്ന് പറയുന്നത് കാൽഷ്യം സിലിക്കേറ്റ് ആണ്. CaO കാൽഷ്യം ഓക്സൈഡ് പ്ലസ് സിലിക്കൺ ഓക്സൈഡ് SiO2 കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് CaSiO3 കാൽഷ്യം ഈ സ്ലാഗ് എന്ന് പറയുന്ന ഇത് കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ഈ 2022 മാത്രം 2, 3, 4, 5, 6, 7, 8 മാർക്കോളാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കെമിസ്ട്രി എക്സാമിനും എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക് വാങ്ങിക്കുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.